മേഘ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. മേഘ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഹലോ. മേഘ, ഞാൻ കേൾക്കുന്നു. പറയൂ. എന്റെ ചേച്ചിനെ മാരേജ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് വയനാട് വെള്ളാർമല എന്ന സ്ഥലത്താണ്. ഓക്കെ. അപ്പൊ അവിടെ നിന്ന് ആ ചേച്ചിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഹസ്ബൻഡ്, 2 മക്കള്, ഹസ്ബൻഡിന്റെ അമ്മ, ഇവര് 4 പേര് മിസ്സിംഗ് ആണ്. പിന്നെ ഹസ്ബൻഡിന്റെ അച്ഛനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വാസു എന്ന പേര്. ഓ, കഷ്ടമായി പോയല്ലോ. താങ്കൾ എവിടെ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്? പാലക്കാട് നിന്നാണ്. പാലക്കാട് നിന്നാണ്. താങ്കൾക്ക് അങ്ങോട്ട് പോകാനുള്ള വല്ല ഇതുണ്ടോ, ഐഡിയ ഉണ്ടോ? എന്റെ ബ്രദർ പോയിട്ടുണ്ട് അങ്ങോട്ട്. ഇപ്പം അങ്ങോട്ട് യാത്ര ചെയ്യുന്നതൊന്നും അത്ര എളുപ്പമല്ല. കാരണം പല സ്ഥലങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. റോഡുകളൊക്കെ തന്നെ വെള്ളക്കെട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. മാത്രമല്ല ഇപ്പം അങ്ങോട്ട് എന്തായാലും ബ്രദർ പോയിട്ടുണ്ടല്ലോ. താങ്കൾ സമാധാനമായിട്ട് ഇരിക്കുക. അത് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയൂ. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. മിക്കവാറും എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും അവധി റദ്ദാക്കി. ഇപ്പോൾ അവരെല്ലാം ജോലിക്ക് ജോയിൻ ചെയ്യണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്ഥിതി അതീവ ഗുരുതരമെന്നാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഡൽഹിയിൽ വെച്ച് ഞങ്ങളുടെ പ്രതിനിധി വിനീത വി ജിയോട് പറഞ്ഞത്. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കേരളത്തിൻ്റെ പല ജില്ലകളിലും ഇപ്പോൾ മഴക്കെടുതികളുടെ വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ വയനാട്ടിൽ സംഭവിച്ച ദുരന്തവുമായി നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ അത്തരം ദുരന്തങ്ങളൊന്നും കേരളത്തിൻ്റെ ഒരു ഭാഗത്തും ഉൾപ്പെടില്ല. പുത്തുമല പോലെയുള്ള അതിൻ്റെ എത്രയോ ഇരട്ടി നാശം വിതച്ചിട്ടുള്ള ഒരു ദുരന്തമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത്.